ഹായ് ഗൈസ്, സർപ്രൈസസ് കൊടുക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ട്രാവൽ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കിച്ചിയുടെ വെഡ്ഡിങ് ആയിരുന്നു ക്രിസ്മസിൻ്റെ അന്ന്. അപ്പോൾ അതിന് പങ്കെടുക്കാനും അതിൻ്റെ എല്ലാ ഫങ്ഷൻസിനും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട്, കാരണം ഞാൻ വരുന്ന കാര്യം എൻ്റെ ഫാമിലിയിൽ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കിച്ചിയുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണണം എന്നുള്ള കാരണം കൊണ്ട് ഞാൻ സർപ്രൈസ് ആക്കി തന്നെ വെച്ചു. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തത് ഡിസംബർ 19 ഉച്ചയ്ക്ക് 1:45 എയർ ഇന്ത്യയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഇതേ നേരത്തെ കൂട്ടി ഞാൻ എയർപോർട്ടിലെത്തി. എന്നിട്ട് ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഗേറ്റ് D9 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. 12 മണിയൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിസംബർ ആകുമ്പോൾ അറിയാമല്ലോ, വിൻ്റർ വെക്കേഷനാണ്. പിന്നെ എല്ലാവരും ട്രാവൽ ചെയ്യുന്നൊരു സീസണാണല്ലോ ഇത്. അപ്പോൾ അത് കാരണം എയർപോർട്ട് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വെയിറ്റിംഗ് ഒക്കെ കുറേ 2-3 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പായ കാരണം കൊണ്ട് എനിക്ക് ലഗേജിനെ പറ്റിയൊന്നും ബോധർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ എനിക്ക് ഹാൻഡ് ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ലഗേജിൻ്റെ കൂട്ടത്തിൽ വിട്ടിട്ട് എൻ്റെ ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സുഖമായിട്ട് ടെൻഷനൊന്നുമില്ല. മറ്റേത് നമുക്ക് വെയിറ്റ് കൂടുമോ, ലഗേജ് ഇനി എന്തെങ്കിലും സീൻ വരുമോ, അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ടാവില്ല. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഞാൻ ട്രാവൽ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ UAE നിന്ന് നാട്ടിലേക്ക് തന്നെ ട്രാവൽ ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങോട്ട് നാട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് തന്നെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ സർപ്രൈസ് ആയിട്ട് പോവല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ ഫ്ലൈറ്റ് ആണെങ്കിലും അത്യാവശ്യം ഫുൾ ഓക്യുപ്പൈഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേക്കൻസീസ് ഒന്നും കണ്ടില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ വെക്കേഷനൊക്കെ അല്ല, പിന്നെ ഫാമിലീസ് ആണെങ്കിലും സ്കൂളൊക്കെ അടയ്ക്കുന്ന ടൈമല്ലേ, അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതേ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്തു. ഞാൻ അവരുടെ ഒന്നും ഫേസ് കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എനിക്ക് സീറ്റ് 12A ആണ് കിട്ടിയത്. വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അപ്പം അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തു. 1:45 ആയിരുന്നു സ്കെഡ്യൂൾ ടൈം. ആ ടൈം കഴിഞ്ഞിട്ടും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. കുറേ നേരം നമ്മളെല്ലാവരും ഇങ്ങനെ എന്താണ് ടേക്ക് ഓഫ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞൊരു 2 o'clock ആയിട്ടാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് കൊണ്ട് ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് എന്നിട്ടും ടൈം പോകണില്ല. കുറേ ടൈം നമുക്കിങ്ങനെ ഫീൽ ചെയ്യുമല്ലോ. ഒരു 4 hours എന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോൾ, പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലാവുമല്ലോ. അപ്പോൾ നമുക്ക് വേഗം എത്തണം എന്നാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് ദുബായിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ധൃതിയൊന്നും ഉണ്ടാവില്ല. മെല്ലെ വന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലേക്ക് ആയ കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇതെന്താണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാത്തതെന്നുള്ളതുണ്ട്. ഫൈനലി ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. പക്ഷേ നമ്മൾ മൂവ് ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ ഫ്രണ്ടിലും സൈഡിലൊക്കെ വേറെ ഫ്ലൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ടേക്ക് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ട്രാവൽ ചെയ്യാനായിട്ട് ഞാൻ കുറേ ഒന്നും ക്ലിപ്സ് എടുത്തിട്ടില്ല. കാരണം പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറേ കടൽ കാണും, കുറേ ക്ലൗഡ്സ് കാണും, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ആ ഒരു ഗ്രീനറി കാണാം. പക്ഷേ ഞാൻ ലാൻഡ് ചെയ്യുന്ന ടൈം നൈറ്റ് ആയ കാരണം കൊണ്ട് ഒരു ഗ്രീനറി എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് വന്നു. ഇതായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. ഞാൻ വെജ് ആട്ടോ ചൂസ് ചെയ്തത്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് വെജ് ചൂസ് ചെയ്തത്. കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ ക്ലൗഡ്സ് കണ്ടു. അപ്പോൾ ജസ്റ്റ് നല്ല ഒരു ഐസ്ക്രീമിൻ്റെ ഫീലൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്ലൗഡ്സ് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോഴും സമയം അധികമായിട്ടില്ല, ഇനിയും കുറേ പോകാനുണ്ട്. അങ്ങനെ ഞാൻ ഫൈനലി ലാൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ആദ്യം ചെക്ക് ഇൻ ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ലഗേജ് കിട്ടാൻ കുറേ ടൈം എടുത്തു. അങ്ങനെ ഫൈനലി ഞാൻ വരുന്നു എൻ്റെ ഹാൻഡ് ലഗേജ് ആയിട്ട്. അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിട്ടാ. കണ്ടിട്ട് അഭിനയിക്കുക കാണാത്ത പോലെ. ചേച്ചി ബ്ലോക്ക് അതിനൊന്നും പറയും. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് കൊരട്ടിയിലെ മിൻസ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അമ്മ എയർപോർട്ടിൽ നിന്ന് ഫുഡിലേക്കാണ്. ചെയ്തു എന്താ ഓർഡർ ചെയ്തേക്കണേ? അപ്പു നീ എന്തിട്ട് ഓർഡർ ചെയ്തേക്കണേ? അമ്മ എന്താ ഓർഡർ ചെയ്തേക്കണേ? ബിരിയാണിയാ? ഞാൻ ഫ്രൈഡ് റൈസ്.
അങ്ങനെ ദേ ഫൈനലി നമ്മുടെ ഫുഡൊക്കെ എത്തി. അപ്പൂൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ്, എൻ്റെയും ചെയ്തു ഇനി വെജ് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അമ്മയുടെ ചിക്കൻ ബിരിയാണി എല്ലാം എത്തി. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് എല്ലാവരും അത്യാവശ്യം നല്ല വിശന്നിട്ടാട്ടോ വരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും നമ്മൾക്ക് ഇനിയും ദൂരം ഉണ്ടല്ലോ, ഇതിപ്പോൾ കൊരട്ടിയിലെത്തിയിട്ടുള്ളൂ. അങ്ങനെ കുറേ പോയി നമ്മൾ നമ്മുടെ നാടെത്തി, ഗുരുവായൂരെത്തി, മമ്മിയൂരെത്തി. ഇനിയിപ്പോൾ അധികമില്ല, ഇനിയിപ്പോൾ 10 മിനിറ്റ്സിനുള്ളിൽ വീടെത്തോട്ടോ. ഹായ് ഗൈസ് അല്ലേ. അങ്ങനെ ഞാൻ നീണ്ട യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തി ഗൈസ്. ഇപ്പം സമയത്രേ 11 മണിക്ക് 5 മിനിറ്റ്. നല്ല ടയേർഡാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല, ഞാൻ പോയി കിടന്നുറങ്ങാം. അപ്പം ഇനി വേഗം പോയി ഒന്ന് ഫ്രഷ് ആവാൻ കിടന്നുറങ്ങാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ പരിചിത്തു.